നമുക്ക് പോകണമെന്നാണ്. ഏറ്റവും സ്നേഹമുള്ള വാത്സല്യനിധിയായ അഭിയുടെ പിതാവ്, പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള പോൾ പേരാമംഗലത്തച്ഛ, പത്രം നടത്തിക്കൊണ്ടു പോകുന്നതിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തനനിരതനാകുന്ന ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഡെനിസച്ച, സ്നേഹമുള്ള പ്രൊഫസർ കെ ഫ്രാൻസിസ്, ഡോക്ടർ ഡെയ്സൺ, പത്രത്തിൻ്റെ ഗുണകാംക്ഷികളിലെ ഉപകാരികളിലെ ആദരവിനും അംഗീകാരത്തിനും അർഹനായിട്ട് വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന പുളിമുട്ടിൽ സിൽക്സിൻ്റെ മാനേജിംഗ് പാർട്ട്ണറായിട്ടുള്ള അബി, സ്നേഹമുള്ള ഫ്രാൻസി, പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലും മാനേജ്മെന്റിലും മാർക്കറ്റിങ്ങിലൊക്കെ അംഗങ്ങളായിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരങ്ങളെ, അനൽപമായിട്ടുള്ള ആനന്ദവും ആകാശമുട്ടയുള്ള അഭിമാനവും എനിക്കുണ്ട് ഇന്ന് നിങ്ങളോടൊത്ത് ഈ വേദി പങ്കിടുമ്പോൾ. തോമസ് ലീഹായുടെ കാലം തൊട്ട് ആ പൈതൃകത്തിന്റെ തിരുശേഷിപ്പ് ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയ ഒരു രൂപതയാണ് നമ്മുടേത്. ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എന്താ പാലിയൂരെ ആസ്ഥാനമാക്കിയിട്ട് ഒരു രൂപത തിരിച്ചുകൂടെ എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പാലയൂരെ നമുക്ക് നഷ്ടപ്പെട്ടാലേ പിന്നെ തൃശ്ശൂരിൽ എന്ത് സ്ഥാനം ഉണ്ടാകുക. തോമസ് ലീഹായുടെ പൈതൃകം അതാണ് നമ്മുടെ തറവാട്ട് സ്വത്ത്. തോമസ് ലീഹായുടെ പൈതൃകത്തിലുള്ള നമ്മുടെ അതിലേക്ക് അഭിമാനം, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ തിളക്കവും അതിന്റെ വെളിച്ചവും. നമ്മുടെ അതിരൂപത കാനൂനികമായിട്ട് സംസ്ഥാപിതമായിട്ട് 125 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. 1887 മെയ് മാസം 20-ാം തീയതിയാണ് 13-ാം ലിയോ മാർപ്പാപ്പ തൃശ്ശൂർ ആസ്ഥാനമാക്കിയിട്ട് ഒരു രൂപത സംസ്ഥാപിച്ചത്. നമ്മുടെ രൂപത അതിന്റെ 125 വർഷത്തെ പ്രയാണത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള നന്മകൾ ഒരുപക്ഷെ നമ്മുടെ രൂപതയെ മറ്റ് എല്ലാ രൂപതകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിശ്വാസ തീവ്രതയുള്ള, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായിട്ട് മരിക്കാൻ ഒട്ടും പേടിക്കാത്ത തറവാടിത്തുള്ള ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടായ്മയാണ് തൃശ്ശൂർ രൂപത. നിങ്ങൾക്കറിയാം, പലപ്പോഴും നമ്മളെ കൊടുങ്കാറ്റടിപ്പിച്ചും പേമാരി പെയ്യിച്ചും കൽമഴ പെയ്യിപ്പിച്ചും ഉത്ഭൂത നാശം ചെയ്യാൻ സാധിക്കുമെന്ന് കരുതിയവർക്കൊക്കെ ചുട്ട മറുപടി അതാത് കാലത്ത് കൊടുത്തിട്ടുള്ള ചങ്കൂറ്റമുള്ള കാരണവന്മാരുടെ ഒരു തലമുറയാണ്. ആ കാരണവന്മാരുടെ ചുണക്കുട്ടികളായിട്ടുള്ള ആമ്പിള്ളരും പെൺപിള്ളരുമാണ് ഇവിടെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്നത്. ആയിരത്തി 1998 ഏപ്രിൽ മാസം 21-ാം തീയതിയാണ് അഭിയന്റെ കുണ്ടുകുളം പിതാവ് അന്തരിച്ചത്. ഒരുപക്ഷെ ഞാൻ കുണ്ടുകുളം പിതാവിന്റെ ഓർമ്മ പുതുക്കുന്നത് നമുക്ക് എത്ര മറന്നാലും മറക്കാൻ കഴിയാത്ത, നമ്മുടെ ഹൃദയങ്ങളിൽ കത്തുന്ന തീപ്പന്തം പോലെ ജ്വലിക്കുന്ന ഒരു ഓർമ്മയാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം ലൂർദ് പള്ളിയിലെ കിടത്തുന്ന സന്ദർഭത്തിൽ ഏതാണ്ട് 4 ലക്ഷത്തോളം പേര് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി.
അതിലെ ഒരു പറ്റം രാഷ്ട്രീയ പ്രവർത്തകര് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് കത്തീഡ്രൽ പള്ളിക്ക് പുറത്ത് കടന്നിട്ട് സംഘാടകരായിട്ടുള്ള ഞങ്ങളോട് പറഞ്ഞു, നോക്കൂ, കുണ്ടുകുളം പിതാവ് ഈ തൃശ്ശൂർ അതിരൂപതയുടെ ചങ്കൂറ്റുള്ള നാവായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ നിങ്ങളുടെ നാവ് പിഴുതെടുത്ത് മാറ്റപ്പെട്ടതുപോലെയാണ്. നിങ്ങൾ ഇനി അധികം സംസാരിക്കാൻ വഴിയില്ല. അദ്ദേഹത്തെ പോലെ നിങ്ങൾക്ക് ചങ്കൂറ്റുള്ള ഒരു നേതൃത്വം ഇനി ഉണ്ടാകില്ല. പക്ഷേ അഭിമന്യ തൂങ്കുഴി പിതാവിന്റെ ശാലീനമായിട്ടുള്ള മാധുര്യം നിറഞ്ഞു നിൽക്കുന്ന തേൻകുഴി പോലുള്ള അദ്ദേഹത്തിന്റെ ശൈലി, അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റുകയില്ല. പക്ഷെ അദ്ദേഹം പലപ്പോഴും ആരോടും പ്രതികരിക്കാറില്ല. ശാന്തമായിട്ട് സഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ 10 കൊല്ലത്തെ ഭരണകാലം ഒരുപക്ഷെ നമ്മുടെ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ധാരാളം വളർച്ചകൾക്ക് നമുക്ക് അവസരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമാണത്. അഭിമന്യ തൂങ്കുഴി പിതാവ് 10 കൊല്ലം കൊണ്ട് രൂപതയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള നേട്ടങ്ങളുടെ ജൈത്രയാത്ര അത് വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്തതാണ്. ഒരുപക്ഷെ തൂങ്കുഴി പിതാവിന്റെ ഭരണശേഷം നമ്മുടെ അതിരൂപതയുടെ നേതൃത്വം അഭിമന്യനായിട്ടുള്ള ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ കരങ്ങളിലാണ് തമ്പുരാൻ ഏൽപ്പിച്ചത്. ഒരുപക്ഷെ ആൻഡ്രൂസ് പിതാവ് കുറഞ്ഞ കാലഘട്ടം കൊണ്ട് കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന വിധത്തിൽ സത്യത്തിന് വേണ്ടി പ്രവാചക തുല്യം ശബ്ദിച്ച ധീരമായ ഒരു നേതൃത്വത്തിന്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിതാവ് ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പിതാവ് പ്രതികരിച്ചതിന്റെ ഫലമായിട്ട് തൃശ്ശൂർ അതിരൂപതയ്ക്ക് ശത്രുക്കളേറെ കൂടിയിട്ടുണ്ട്. കാരണം പിതാവ് പ്രതികരിച്ചത് വഴി കത്തോലിക്ക സഭയിലെ അതിന്റെ അവകാശങ്ങള്, അതിന്റെ വിശ്വാസ സംഹിതകള്, അതിന്റെ ധാർമ്മിക മൂല്യങ്ങള്, അതിന്റെ സാന്മാർഗികമായിട്ടുള്ള നിലപാടുകള് അത് എതിർത്താല് പേടിച്ച് പിന്മാറുകയില്ല എന്ന് കേരളത്തെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു നേതൃത്വത്തിന്റെ അടയാളമായിരുന്നു താഴത്ത് പിതാവ്. ഒരുപക്ഷെ നേരിട്ടിട്ടുള്ള വലിയ പ്രതിസന്ധികളുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പ്രതിസന്ധികളുണ്ട്. ഏതാണ്ട് റോട്ടിലെ കില്ലപ്പട്ടിയെ കല്ലെറിയുന്നത് പോലെയായിരുന്നു നമ്മുടെ സഭയെയും സമുദായത്തെയും ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാര്, മാധ്യമക്കാര്, നമ്മുടെ സർവശത്രുക്കള് നമ്മെ കല്ലെറിയായിരുന്നു. മാധ്യമങ്ങൾ എടുത്താലേ അത് ലിഖിതങ്ങളാകാം, അത് ദൃശ്യങ്ങളാകാം, എന്തുകളാകട്ടെ, കത്തോലിക്കനെ കുറിച്ച് എന്തു പറഞ്ഞാലും ആരും പ്രതികരിക്കുകയില്ല എന്നുള്ളൊരു നിലപാട് സംജാതമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ കാലഘട്ടത്തിലാണ് കത്തോലിക്ക സഭ തുടങ്ങുന്നത്. ഒരുപക്ഷെ ഇസ്രായേൽ മക്കളെ കൊല വിളിച്ച ഫിലിസ്തീൻകാരനായിട്ടുള്ള ഗോലിയാത്ത് പോലെയായിരുന്നു ഇന്ന് അന്നത്തെ കാലഘട്ടം. ആ ഗോലിയാത്തിനെ പിടിച്ചു കെട്ടാൻ കർത്താവ് തെരഞ്ഞെടുത്ത, കർത്താവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശക്തനായിട്ടുള്ള നേതാവായിരുന്നു താഴത്ത് പിതാവ്. താഴത്ത് പിതാവ് ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്താൻ ഉപയോഗിച്ച കല്ലാണ് കത്തോലിക്ക സഭ. ഈ കല്ല് ഉപയോഗിച്ചിട്ടാ ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിയത്. ഇന്ന് 1,25,000 കോപ്പികളുള്ള ഈ പത്രം ഇന്ന് നമ്മുടെ കത്തോലിക്ക സമൂഹത്തെ, തൃശ്ശൂർ അതിരൂപതയെയും
കെട്ടി പിടിക്കുന്ന അല്ലെങ്കിൽ ഒന്നിച്ചു നിർത്തുന്ന വലിയ സ്നേഹത്തിന്റെ ഒരു ശൃംഖലയാണ്. കത്തോലിക്ക സഭ എന്നൊരു പത്രം നമുക്കില്ലായിരുന്നുവെങ്കിലേ ഈ നാട്ടില് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് അത് മാറിക്കഴിഞ്ഞു. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്കൊക്കെ ഒരു വീണ്ടും വിചാരമുണ്ട്. ഞാൻ മാധ്യമങ്ങളുടെ ചില നിലപാടുകൾ പറയാം. നമ്മുടെ സമുദായത്തോടും നമ്മുടെ സഭയോടൊക്കെ മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു നിലപാട് വ്യക്തമാക്കാനായിട്ടൊരു കാര്യം പറയാം. ആലഞ്ചേരി പിതാവ് എത്രയോ നല്ല മനുഷ്യൻ. അദ്ദേഹം കർദ്ദനാളായിട്ട് ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണവും അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ ചർച്ചകളൊക്കെ അദ്ദേഹം കേരളത്തിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവാക്കി അദ്ദേഹത്തെ വളർത്തുകയാണ്. അദ്ദേഹത്തോട് ജനങ്ങൾക്ക് ആദരവും അംഗീകാരവും ഒക്കെ സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കാലാവസ്ഥയിലും കാലഘട്ടത്തിലേക്കും നമ്മളെത്തി. അദ്ദേഹം കർദ്ദനാളായപ്പോൾ അതിന് കിട്ടിയ പത്രപ്രാധാന്യം എത്ര വലുതാണ്. കേരളത്തിലെ കത്തോലിക്ക സഭ സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു സന്ദർഭം. അദ്ദേഹം റോമിൽ ചെന്നിട്ട് ഈ കപ്പൽ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പത്രക്കാർ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ ശുദ്ധ മനസ്സുകൊണ്ട് പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങള് ഇടിച്ച് നിരപ്പാക്കി. അതുകൊണ്ട് എന്തോരം കൊള്ളപ്പച്ചപ്പ പത്രക്കാരുണ്ടാക്കി. നമുക്കത് അതേക്കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമത്തിൽ വന്നപ്പോൾ നമുക്ക് പോലും തമാശ തോന്നി. എന്തായി കാണിക്കുന്നത്? അതിന് ലക്ഷ്യമുണ്ട്. എന്താന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം അദ്ദേഹം ഈ സമൂഹത്തിലെ ആരുമല്ലെന്ന് തെളിയിക്കാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു രാജദ്രോഹിയെ പോലെ നമ്മുടെ നാട്ടുകാരെ മറുനാട്ടിൽ പോയപ്പോ ഒറ്റിക്കൊടുത്ത ഒരു യൂദാസിനെ പോലെ അദ്ദേഹത്തെ അവതരിപ്പിക്കാനായിട്ട് മാധ്യമങ്ങൾ നടത്തിയ ചടുലമായ നീക്കം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. നമുക്ക് പോലും തോന്നി അദ്ദേഹം മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്ത് അദ്ദേഹം മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് കേന്ദ്രത്തിലെ മന്ത്രിമാരെ വിളിക്കുന്നു പറഞ്ഞു. ഇത് കാര്യം ഒത്തു